ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെ സ്റ്റെപ്സാണ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഇനീഷ്യലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് പറയാം. യു ഷുഡ് ഹാവ് എ ഫിക്സഡ് ബിസിനസ് ഐഡിയ. എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ വേണം. ആ ഐഡിയയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഇപ്പോൾ ചിലരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ദിവസം വന്നിട്ട് അവർ പറയും, ഞാൻ ഒരു ചായക്കട തുടങ്ങാൻ പോവാം. പിറ്റേ ദിവസം അവർ വന്നിട്ട് പറയും വേറെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാൻ പോവാം. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഐഡിയയുടെ പുറകെ അവർ പോകും. അവർക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഐഡിയ കാണത്തില്ല എന്ത് ബിസിനസ് തുടങ്ങണമെന്നുള്ള. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ് ഒരു കാലത്തും തുടങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ഫീൽഡ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബിസിനസ് ഫീൽഡിൽ ഉറച്ചു നിന്ന് ആ ഫീൽഡിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്താലേ നമുക്ക് ആ ബിസിനസ് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അടുത്തതായി ഗോ ത്രൂ മാർക്കറ്റ് റിസർച്ച്. അതായത് നിങ്ങൾ എന്ത് ബിസിനസ്സാണോ ചെയ്യാൻ പോകുന്നത് ആ ബിസിനസ്സിൻ്റെ മാർക്കറ്റ് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങളുടെ കോമ്പറ്റേറ്റീവ്സ് ആരാണ്, നിങ്ങളുടെ ഫോക്കസ് ഗ്രൂപ്പ് ആരാണ്, നിങ്ങൾ ആരുടെ ഇടയിലാണ് ബിസിനസ് ചെയ്യാൻ പോകുന്നത്, അതിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്താണ്, അതിനുള്ള ബെനിഫിറ്റ്സ് എന്താണ്, ഏത് രീതി ബിസിനസ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്യണം. നമ്മളൊരു ബിസിനസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ബിസിനസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ റിസർച്ച് ചെയ്യാതെ ചുമ്മാതെ ഒരു ബിസിനസ് ഐഡിയ വെച്ചുകൊണ്ട് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അല്ലെ എങ്ങനെ ചെയ്യണം എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതേസമയം നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ള നമ്മുടെ കോമ്പറ്റേറ്റീവ്സിനെയും നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പിനെയും ഒക്കെ മനസ്സിലാക്കി കറക്റ്റായിട്ട് നമുക്ക് ബിസിനസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫോളോ ദ ലീഗൽ പ്രൊസീജിയർ. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോഴും ഫോളോ ചെയ്യേണ്ടതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പം അതായത് അതോറിറ്റിയിൽ നിന്നും വേണ്ട രീതിയിലുള്ള ലൈസൻസുകൾ എടുക്കുക, ഇപ്പം NOC എടുക്കേണ്ടതാണ് NOC എടുക്കുക, GST എടുക്കുക. അത് കണക്ക് ഓരോ ബിസിനസ് തുടങ്ങുമ്പം അതിൻ്റേതായ നിയമപരമായ കാര്യങ്ങളുണ്ട്. ആ നിയമപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ബിസിനസ് ചെയ്താൽ നമുക്ക് പിന്നീട് ആ ബിസിനസ്സിൽ നമുക്ക് നിയമപരമായിട്ടുള്ളൊരു പ്രശ്നങ്ങളും വരത്തില്ല. അപ്പം നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ബിസിനസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം എന്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ നെയിമാണ്. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് ഒരു നെയിം വേണം. സെലക്ട് എ ബിസിനസ് നെയിം ദാറ്റ് ഈസ് ആപ്റ്റ് ടു അവർ ബിസിനസ്. നമ്മൾ തുടങ്ങുന്ന ബിസിനസ്സിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു പേര് ഇടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിടുന്ന പേര് എപ്പോഴും നമ്മുടെ ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അവർക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ തന്നെ നമ്മളിടുന്ന പേരിന് ഒരു മീനിങ് കാണണം. അത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ഒരു റിലേഷൻ കാണണം. ഡെവലപ്പ് എ ബിസിനസ് പ്ലാൻ. നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും നമുക്കൊരു പ്ലാൻ വേണം. വിത്തൗട്ട് എ പ്ലാൻ നമുക്ക് ഒരു ബിസിനസ്സും ചെയ്യാൻ സാധിക്കത്തില്ല. ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അതൊരു റിട്ടൺ ഡോക്യുമെൻ്റാണ്. അതിനകത്ത് നമ്മുടെ പർപ്പസ്, നമ്മുടെ ഗോൾസ്, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജീസ്, നമ്മുടെ എയിംസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഫണ്ടിങ്സ്, എങ്ങനെയാണ് നമുക്ക് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നത്, അത് ഏതൊക്കെ തരത്തിൽ എപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ ബിസിനസ് പ്ലാനിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഇതൊരു കോർ ആയിട്ടുള്ള ഫാക്ടറാണ്. ഐഡൻറ്റിഫൈ യുവർ ടാർഗറ്റ് മാർക്കറ്റ്. നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് നന്നായിട്ട് പഠിച്ചിരിക്കുക. അതിനകത്ത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പോകുന്ന ഏരിയയിലെ കസ്റ്റമേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ, അവരുടെ ബൈയിങ് ഹാബിറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ആരൊക്കെയാണ് കോമ്പറ്റീറ്റ് ചെയ്യുന്നത്, അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിന് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിൽ ഉള്ള ആവശ്യകത എന്താണ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം ഫണ്ടിങ് ഇല്ലാതെ എന്തൊക്കെ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു ബിസിനസ് ചെയ്യാൻ സാധിക്കത്തില്ല. വിത്തൗട്ട് ഫണ്ടിങ് വി കാൺട്ട് ഡു എ ബിസിനസ്. അപ്പോൾ ഫണ്ടിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സോ സെക്യൂർ ഫണ്ടിങ്. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ സാധിക്കുന്നത്? ലോൺ ആകാം, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആകാം. അങ്ങനെ ഏത് തരത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിങ് കണ്ടെത്തുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. പ്രൈമറി ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാത്രമുള്ള ഫണ്ടേ നമ്മൾ ബിസിനസ് തുടങ്ങാൻ നേരത്തെ കരുതുന്നുള്ളെങ്കിൽ ലേറ്റർ നമുക്ക് ആ ബിസിനസ്സിൽ കൂടുതൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സോ അല്ലെങ്കിൽ ബിസിനസ് കൂടുതൽ റൺ ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് കൂടുതൽ ഫണ്ട് ആവശ്യം വരുമ്പോൾ നമ്മുടെ അത് എടുക്കാനില്ലെങ്കിൽ നമുക്ക് ആ ബിസിനസ് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്ത് റൺ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പം നമ്മുടെ ബിസിനസ് നമുക്ക് പ്രോഫിറ്റ് റിട്ടേൺ തരുന്ന സമയം വരെ നമ്മുടെ ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ കരുതണം. എസ്റ്റാബ്ലിഷിംഗ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എപ്പോഴും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കണം. അത് പലതരത്തിലാകാം. നമ്മുടെ റിസർച്ച് കണ്ടക്ട് ചെയ്ത
ഗോൾസിനെ ഡിഫൈൻ ചെയ്താകാം, നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ മനസ്സിലാക്കിയാകാം. നമ്മുടെ മാർക്കറ്റ് എങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമോ, അതിനൊക്കെ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ മാർക്കറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ആൻഡ് ദിസ് മാർക്കറ്റിംഗ് ലേറ്റർ ലീഡ്സ് ഇൻ ടു സെയിൽസ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, അതിൻ്റെ ഔട്ട്കം എങ്ങനെയാണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എഫക്റ്റീവ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഓപ്പറേഷൻസ്, നമ്മുടെ സ്ട്രാറ്റജീസ്, പെർഫോമൻസ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.